8 മാസ ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടി തിരിച്ചു വന്നത് അസാധാരണമായ ഒരു തിരിച്ചുവരവെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. കളങ്കാവൽ എന്ന് പറഞ്ഞ സിനിമയിലൂടെ ഇന്നലെ റിലീസായ സിനിമ ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു 14 കോടിക്കും 15 കോടിക്കും ഏകദേശം ട്രാക്കേഴ്സ് ഇപ്പം പണ്ടത്തെ കൂട്ടൊന്നുമല്ല, പക്ക കറക്റ്റായിട്ട് അവർ ഫിഗർ ക്രോസ് ഔട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇന്നലെ നേടിയത് 15,66,00,000 രൂപയാണ്. വേൾഡ് വൈഡ് ആണ്, കേരളത്തിൽ മാത്രമല്ല, GCCയിലും ബാക്കിയുള്ളിടത്തല്ല. GCCയിലൊക്കെ നല്ല ഗംഭീര കളക്ഷനായിരുന്നു. അന്നേരം കേരളത്തിൽ അത്യാവശ്യം നല്ല ഈ പടത്തിന് ഈ ജോണറിലുള്ള പടമെന്ന് ആലോചിക്കണം. പാട്ടില്ല, സ്റ്റണ്ടില്ല, പിന്നെ ഡയലോഗിൻ്റെ ഒരു വലിയ ഡയലോഗില്ല, കൈയടിക്കാനുള്ള വൺ ലൈനർ ഇല്ല. ആ ഒരു മിഡ് സ്ലോ അല്ല, ഫാസ്റ്റ് അല്ല, ഒരു മിഡ് സൈസിൽ പോകുന്ന ഒരു പടം. ആ ഒരു പടത്തിൽ പ്രധാനമായും 2 താരങ്ങൾ മാത്രം. ഈ ഒരു സിനിമയ്ക്ക് ഒരു ഓപ്പണിങ്ങിൽ 15,66,00,000 രൂപ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ നടന്റെ പേര് ഉറപ്പായിട്ടും മമ്മൂട്ടി എന്ന് തന്നെ ആയിരിക്കണം. കാരണം ഇങ്ങനെയുള്ള സിനിമകൾക്ക് അദ്ദേഹം കൊടുക്കുന്ന അദ്ദേഹത്തിൻ്റെ ഇഷ്ടം ഇപ്പം കാണാൻ ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതിന് കളക്ഷനും അത്യാവശ്യം കളക്ഷനാണ്. മമ്മൂട്ടി പടത്തിന് എന്താ ഇത്രയും കോസ്റ്റ് കുറവെന്ന് പലരും ചോദിക്കാറുണ്ട്. മമ്മൂട്ടി പടം മമ്മൂട്ടിയാണ് നിർമ്മിക്കുന്നത്, മമ്മൂട്ടി കമ്പനിയാണ്. മമ്മൂട്ടിയുടെ കോസ്റ്റ്, മമ്മൂട്ടിയുടെ റെമ്യൂണറേഷൻ അതിനകത്ത് കൂട്ടുന്നില്ല. എന്നിട്ട് ചോദിക്കുക എന്താ മോഹൻലാലിന്റെ പടം ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്നത്? ഇപ്പോൾ ബറോസ് ബ്രഹ്മാണ്ഡ ചിത്രങ്ങളായിരിക്കും 90% നിർമ്മിക്കുന്നത്. അന്നേരം അതിന് ഓട്ടോമാറ്റിക്കായിട്ട് ആന്റണി പെരുമ്പാവൂർ വ്യത്യസ്തമായ ഒരു എൻറ്റൈറ്റി, മോഹൻലാലിനുള്ള റെമ്യൂണറേഷൻ 15 കോടി അല്ലെങ്കിൽ 20 കോടി കൊടുത്തിട്ടാണ് ആന്റണി പെരുമ്പാവൂർ ചെയ്യുന്നത്. അതിന് ടാക്സും സംഭവങ്ങളും എല്ലാം വ്യത്യസ്തമാണ്. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. കളങ്കാവലിന് ഒരു 6 കോടി രൂപയായി കാണും. ഇരട്ടി കൂടുതൽ ചിലപ്പം അതിൻ്റെ OTT കിട്ടി. ആദ്യത്തെ ദിവസം കൊണ്ട് തന്നെ ഗംഭീര പ്രോഫിറ്റായി എന്ന് പറയുന്നത് തന്നെയാണ് സത്യം. അന്നേരം കൊച്ചുപടങ്ങൾ ആരും നിർമ്മിക്കാൻ ആഗ്രഹിക്കാത്ത പരീക്ഷണ ചിത്രങ്ങൾ നിർമ്മിച്ച് മുന്നേറുന്ന മമ്മൂട്ടിക്ക് നിറഞ്ഞ കയ്യടി. 74-ാം വയസ്സ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നമേ അല്ല. ആയുസ്സാരോഗ്യം ദൈവം കൊടുക്കട്ടെ. ഗംഭീര കഥാപാത്രങ്ങൾ നേടി ലോക സിനിമയ്ക്ക് മുമ്പിൽ മലയാള സിനിമയെ എത്തിക്കുക, അത് മാത്രമാണ് നമ്മളും ആഗ്രഹിക്കുന്നത്.